കാസർഗോഡ് പെരിയ നവോദയ നഗറിൽ നിർമ്മാണത്തിലിരിക്കുന്ന സർവീസ് സ്റ്റേഷന്റെ മാലിന്യക്കുഴിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട മൃതദേഹം തിരിച്ചറിഞ്ഞു. ഒഡീഷ സ്വദേശി ഡംബുവിൻ്റേതാണ് മൃതദേഹമെന്ന് ബേക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. മൃതദേഹം ഡംബുവിൻ്റേതാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കുന്നതിന് DNA പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഈ മാസം 16-നാണ് നവോദയ നഗറിൽ നിർമ്മാണത്തിലിരിക്കുന്ന സർവീസ് സ്റ്റേഷന്റെ മാലിന്യക്കുഴിയിൽ യുവാവിന്റെ മൃതദേഹം കാണപ്പെട്ടത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് മൃതദേഹം ഡംബുവിന്റേതാണെന്ന് സ്ഥിരീകരിച്ചത്. മാലിന്യക്കുഴിക്ക് സമീപത്തെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ പണിക്കായി മെയ് 5-നാണ് ഡംബു ഒഡീഷയിൽ നിന്നും എത്തിയത്. അന്നു രാത്രി താമസ സ്ഥലത്ത് വെച്ച് മാനസിക പ്രശ്നങ്ങൾ കാണിച്ചിരുന്നു. ഇക്കാര്യം കൂടെയുണ്ടായിരുന്നവർ നാട്ടിലുള്ള മകനെ ഫോൺ ചെയ്തറിയിച്ചു. എന്നാൽ ഇടയ്ക്കിങ്ങനെ ഉണ്ടാകാറുണ്ടെന്നും കുറച്ചുനേരം കൈകാലുകൾ കെട്ടിയിട്ടാൽ മതിയെന്നുമായിരുന്നു ഫോൺ ചെയ്തവർക്ക് മകൻ നൽകിയ മറുപടി. ഇതനുസരിച്ച് കൈകാലുകൾ കെട്ടി താമസ സ്ഥലത്ത് കിടത്തിയ ഡംബുവിനെ രാത്രി 2 മണിയോടെ കാണാതാവുകയായിരുന്നു. കൂടെ താമസിക്കുന്നവർ അന്നും പിറ്റേ ദിവസവും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ കൂടെ താമസിച്ചിരുന്നവർ ഭയം കാരണം ജോലി ഉപേക്ഷിച്ച് താമസ സ്ഥലത്ത് നിന്ന് ഹൈദരാബാദിലേക്ക് കടന്നുകളയുകയായിരുന്നുവെന്നാണ് സൂചന. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മരണകാരണം സ്ഥിരീകരിച്ചില്ല. രാസപരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് ഫോറൻസിക് വിഭാഗം പോലീസിനെ അറിയിച്ചത്. എന്നാൽ ഒരു കാൽമുട്ടിന്റെ ചിരട്ട ഭാഗം സ്ഥാനം തെറ്റിയതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. ഇത് വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നാണ് സംശയിക്കുന്നത്. DNA പരിശോധനയ്ക്കായി മരിച്ചയാളുടെ മകനെ ബേക്കലിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് മലയാളം, കാസർഗോഡ്.